ഹലോ ഫ്രണ്ട്സ്, ഇതൊരു കറുത്ത ജീൻസാണ്. കണ്ടോ, ആകെ കളറും ഭംഗി നരച്ച് പോയിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കളർ പൊടി മുക്കിയിട്ട് എങ്ങനെ ഇത് നല്ല ഭംഗിയിലാക്കിയെടുക്കാമെന്ന് നോക്കാം നമുക്ക്. ഇതാണ് കളർ പൊടി കേട്ടോ. ഇത് ഈ പേരിലുള്ള പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത്രയും കല്ലുപ്പ് ഞാൻ ഈ ബക്കറ്റിൽ ഇട്ടുന്നുണ്ട്. അതാണ് കലക്കാൻ പോകുന്നത് കേട്ടോ. വെള്ളമാണ് കേട്ടോ. അതൊരു കാഭാഗം ഞാൻ ഒഴിക്കുന്നത്. കൈപ്പൊള്ളാതെ സൂക്ഷിച്ചൊക്കെ ഒഴിക്കണേ. അത്യാവശ്യം നീട്ടുള്ള ഒരു വടി എടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് തരട്ടെ. അതിലേക്ക് ഞാൻ ജീൻസ് ഇടണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മുക്കിയിടുന്നുണ്ട്, പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല വെള്ളം ഇത് മുങ്ങാൻ ഭാഗത്തിനാണ് വെള്ളം എടുക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഓരോ തുണികൾക്കും അനുസരിച്ചിട്ടാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ. അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം വേണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം അവിടെ ചുറ്റും പിടിക്കണം കേട്ടോ കളറ്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇതിൽ മുക്കിയിടണം കേട്ടോ. എന്നാലും ഇതിൽ കളറൊക്കെ പിടിച്ച് ഇറങ്ങുള്ളൂ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ഇങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ തണലത്ത് ഉണക്കണം കേട്ടോ. കുറച്ച് വെയിൽ പാടുള്ളൂ, അധികം പാടില്ല കേട്ടോ. ഉണക്കിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് നന്നായി വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലത്തെ കളർ പൊടിയൊക്കെ പിടിച്ച് നമുക്കതിൽ വിഷം പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അടുത്ത വെള്ളത്തിൻ്റെ കൂടി നന്നായിട്ട് വാഷ് ചെയ്യണ്ടേ. വലിയ കുഴപ്പമില്ലാണ്ട് കളറൊന്നും അങ്ങനെ പോകുന്നില്ല. എടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണക്കിയെടുത്തിട്ട് നോക്കാം. അതൊരു ഞാൻ 3 തവണ നന്നായിട്ട് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. കയ്യിലൊന്നും കളറൊന്നും ആവുന്നില്ല കേട്ടോ. ഇത് നമുക്ക് ഉണക്കിയെടുത്തിട്ട് നോക്കാം. ഡ്രൈ ഷെയ്ഡിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അധികം വെയിലൊന്നും ഏൽക്കണില്ല. ഉണങ്ങാനിട്ടേക്കണം. ഇത് മൊത്തം ഞാൻ മുക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ കേട്ടോ ഈ കാണുന്നതല്ലാതും വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുത്ത പാൻറ്റാണ്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വെറുതെ പാണ്ടൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം.